ബലിയർപ്പിക്കാൻ വഴി പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ നയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം അണയാം അനുഗ്രഹിക്കാം ചിതരായി ബലിയേകാം ബലിയർപ്പിക്കാൻ വഴി പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതൊന്നും കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഒരുപാട് ദുരന്തങ്ങൾക്കും വേദനകൾക്കും ഒടുവിൽ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുക. ഒത്തിരി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം അറിയുന്ന തമ്പുരാൻ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടുന്ന് ബലിയാകുന്ന ഈ വിശുദ്ധ ബലിപീഠത്തേക്ക് നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവേ, അയോഗ്യമാണെങ്കിലും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ നൽകുമ്പോൾ പരിമളം പകർന്ന ഒരു നിർമ്മല പുഷ്പമായത് മാറുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ഈ വിശുദ്ധ ബലിയിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരമായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുடைய കൽപ്പനോ തീരുമാനത്തിൽ ചെയ്ത കൊള്ളയുടെ പ്രതികർപ്പിക്കാം. ചിതരാത്തി പീഡാം പീഡമം പീഡാം ചിതരാത്തി പീഡാം പീഡമം പീഡാം സ്വേദനയാകും തിരുവും പാതയാകും സ്വേദനയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ പരിശുദ്ധൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരണപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴ്ത്തും ഞാൻ. സകലേ സാമി തിരുനാമം
വാഴ്ത്തിയിടും ഞാനവരതം. കർത്താവേ സ്തുതി പാടും ആനന്ദിതമങ്കയിലാകും ഞാൻ പാദം മഹിമനിരഞ്ജനം പാദം സ്വസ്തിയോടെ ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും നരനദിയിൽ സ്നേഹമരന്തം വർഷിക്കും കർത്താവിനും തുറന്നീ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരമുള്ള ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ ആചനയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ഗണനാഥേ, പരിപാലനം അനന്തിരേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരേക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരി, പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണ് അവർ. ഞങ്ങൾ അളവറ്റ ആത്മപ്രശംസ ചെയ്യുകയില്ല, മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ
നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈ എത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. മിശിഹായുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ അളവറ്റ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നതാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവയെ പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവർ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവരല്ല, കർത്താവ് പ്രശംസിക്കുന്നവരാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സുകളിൽ തിരുവചനം കേൾക്കാം, ഒരു മനസ്സും ഹൃദയവും ഇനിയേറ്റു. പ്രിയജനമേ, അതിശയകരമാം അനുഭവമാം അവനണയുകയായി വചനമായ വഴിനടക്കുതി ചെയ്യാകുതി. ആത്മാവിൽ അറിവു ചൊരിയുകി പകിലൊടുകളായി പരിചയയുകി വചനമായ വഴിനടക്കുതി ചെയ്യാകുതി. മനസ്സുകളിൽ തിരുവചനം കേൾക്കാം, ഒരു മനസ്സും ഹൃദയവും ഇനിയേറ്റു. നമുക്ക് സദാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും ഈശോയ്ക്ക് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും എല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പകളുടെയും കലവറകളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോയി. ഫരിസേയരും നിയമജ്ഞരും അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കരം കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നതെന്ന്. അവൻ അവരോട് പറഞ്ഞു, കപട്യ നാട്ടുകാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനെയോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാകുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, കൈകഴുകാതെ ഭക്ഷണം കഴിച്ച് പാരമ്പര്യം തെറ്റിക്കുന്ന ഈശോയുടെ ശിഷ്യന്മാരുടെ നേരെ അമർഷത്തോടെ ഉരളുന്ന ഫരിസേയരെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പകർന്നു തരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് നിലവിളികൾ ഉയർന്ന
നിമിഷങ്ങളായിരുന്നു. ഇടുക്കി രാജാമലയിൽ മണ്ണിടിഞ്ഞ് 80ഓളം ആൾക്കാർ കുടുങ്ങിപ്പോവുകയും 24 പേരുടെ ശരീരമാണ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. 18 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാനാപകടവും നാം വായിച്ചു കേട്ടു. വേദനയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കോവിഡിന്റെ ഈ കാലത്ത് എല്ലാവരും അകലങ്ങൾ പാലിക്കണമെന്നും കൈകഴുകണമെന്നും മുഖംമൂടി ധരിച്ചുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങി നടക്കേണ്ടതുമെല്ലാം അത്തരത്തിലുള്ള പ്രോട്ടോകോളുകൾ നമ്മൾ പാലിച്ചു പോരുകയാണ്. ഈ വേദനകൾ നടന്ന നിമിഷങ്ങളില് ഇടുക്കി രാജാമലയിലെ ജനങ്ങള് ആരുടെയും സ്വയം രക്ഷ നോക്കിയില്ല. വേദന കേട്ടെടുത്തേക്ക് കഴിയുന്നവർക്കൊക്കെ ഓടിച്ചെല്ലാനും സഹായിക്കാനുമായിട്ട് അവര് കാണിച്ച മനസ്സ്. കരിപ്പൂര് വിമാനം ഇടിച്ചു തകർന്ന് വീണപ്പോൾ നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് കാതോർത്തുകൊണ്ട് ഓടിച്ചെന്ന് സ്വയം മറന്ന് അവരെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനുമായിട്ട് ആ പ്രദേശത്തുള്ളവര് കാണിച്ച മനസ്സ്. ഇവിടെയൊക്കെ ഈ വചനം നിറവേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതമല്ല, ജീവനാണ് പ്രധാനമെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം സംരക്ഷിക്കപ്പെടാതെ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനായിട്ട് എപ്പോഴാണോ മനുഷ്യൻ തയ്യാറാകുന്നത്, ജീവന് വില കൊടുക്കുന്നത്, അവിടെ ക്രിസ്തു ജനിക്കുകയാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. ഭക്ഷിക്കുവാനായിട്ട് വന്നപ്പോൾ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ തന്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കുന്ന കർത്താവ്. ഇന്ന് നമ്മുടെ വേദനകൾക്കിടയിൽ നമ്മൾ നിലനിൽക്കുവാനായിട്ട് കഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ കണ്ണുനീരിന്റെ ഇടയില്, വേദനയുടെ ഇടയില്, ഭയപ്പാടിന്റെ ഇടയില് നമ്മളത് നിലനിൽക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ വേദനകൾ, ദുരിതങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് വരുമ്പോ തമ്പുരാൻ ചെറുതായിക്കൊണ്ടിരിക്കുക. വേദനകൾ വളരുകയും ദൈവം ചെറുതാവുകയും ചെയ്യുന്ന അവസരം. ഇവിടെ നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കാം. സഹിക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, കണ്ണുനീര് പൊഴിക്കുന്നവന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ ഒരു പ്രതീക്ഷയുള്ള ആഴ്ചയിലേക്ക് നമുക്ക് നോക്കാം. ചുറ്റുപാടും ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുരക്ഷിതമായ കരവലയങ്ങളിൽ നമ്മളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. അമ്മയുടെ മധ്യസ്ഥത്തിനായിട്ട് ലോകത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. വെള്ളപ്പൊക്കം വഴിയായിട്ടും മറ്റനേകം ദുരിതങ്ങൾ വഴിയായിട്ടും ഒന്നൊഴിയാതെ നമുക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്ക് സന്തോഷത്തിൻ്റെതായ ഒരു മുഖം നൽകാൻ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരെയും, സകല സ്വർഗ നിവാസികളെയും മാധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വളരുന്ന കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമുക്ക് വിശുദ്ധ ബലിയിൽ തുടർന്ന് പങ്കുചേരുകയും ചെയ്യും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളുമാകാനുള്ള മനസ്സ് നിരഞ്ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണ ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവങ്ങൾക്ക് അനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് നിശ്ചയമായി ലോകത്തെ നവീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവ് സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോട് തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കനിവോടെ സ്വീകരിക്കണമേ ജീവിതകാലത്തിൽ സന്തോഷ സന്താപ മാലിക
കനിവോടെ സ്വീകരിക്കണമേ. വൈദികത്തീരു കൈകളിൽ ഏതുന്ന പാവന പാത്രം പോലും വൈദികത്തീരു കൈകളിൽ ഏതുന്ന പാവന പാത്രം പോലും നിർമ്മലമല്ലേ ജീവിതം അക്ഷരയാകെ ദൈവമേ. നിർമ്മലമല്ലേ ജീവിതം അക്ഷരയാകെ ദൈവമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനായ പിതാവും
ഇവർക്കെല്ലാം പിതാവ് ജനിച്ചവരും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശ്വരമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ ചെയ്യുമാകുന്നു. അവിടുന്ന് വഴി സംഘാടനം ചെയ്യുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയമായ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാദത്തിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതോടെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിന്റെ പുത്രൻ സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സമർപ്പിതവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോചനത്തിലേക്ക് ശരീരത്തിന് ഏർപ്പം നിത്യാസനങ്ങളിലേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിലെ നാഥനായ ദൈവത്തിന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ വിശുദ്ധ കുർബാന നഗരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അത് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംഗ്രഹീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്നവരെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളായിരുന്നിട്ട് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. സഹോദരി വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശ്വസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവേ, ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും സഹായത്തിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും അഗ്നത്തിനായി നീക്കപ്പെട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളും ആസുകീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോട് ശ്രാപ്പന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Hosanna, 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 Isanu Sadadam.
ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുപ്പനവേ. ഹോശാന ഈശ്വരസദനം. ഹോശാന ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഞങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾക്ക് ധന്യത സമർപ്പിക്കുന്ന അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയുടെ സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശം, അങ്ങയുടെ സത്യപ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശരിയാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള ഭക്ത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനെ അവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരക ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ശരീരമായി അവിടുന്ന് മാറുമ്പോൾ, തന്റെ തിരുരക്തമായി അവിടുന്ന് മാറുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് മേൽ അവിടുന്ന് അനുഗ്രഹമായി തീരും. നമ്മുടെ ഓരോരുത്തരുടെയും അശുദ്ധിക്ക് മേൽ അവിടുന്ന് വിശുദ്ധിയായി തീരും. അയോഗ്യതകൾക്ക് മേൽ അവിടുന്ന് യോഗ്യതയായി. യേശുവിന്റെ സാരചാരത്തോടി അടഞ്ഞ് കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ അങ്ങേക്ക് മനസ്സാകുമെങ്കിൽ അങ്ങനെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഒരുപാട് നിലപാടുകൾക്ക് നടുവിൽ, ഒരുപാട് വേദനകൾക്ക് നടുവിൽ, ഒരുപാട് ആശങ്കകൾക്ക് നടുവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമ്മുടെ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഈ മുറിക്കപ്പെടുന്ന അപ്പത്തിൽ, ഈ ചിന്തപ്പെടുന്ന മുന്തിരിച്ചാൽ അവിടുത്തെ തിരുശരീരമായി, അവിടുത്തെ തിരുരക്തമായി അവിടുത്തെ നമ്മളിലേക്ക് അലിഞ്ഞിറങ്ങി പൂർണ്ണമായിട്ടും വിശ്വാസത്തിന്റെ കണ്ണുകൾ നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള, യാചിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ, സ്ഥാപനങ്ങളെ മുഴുവനായി ശരിക്കും കൊടുക്കാം. നമുക്ക് ആരുമില്ല കർത്താവേ, അങ്ങനെയല്ലാതെ മറ്റൊരാശ്രയമില്ല. പൂർണ്ണമായിട്ടും അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ ശാസ്ത്രങ്ങൾ തകരുമ്പോൾ, ടെക്നോളജികൾ തോറ്റുപോകുമ്പോൾ, അങ്ങനത്തെ വലിയ ശക്തിയിലെ ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ തിരുശരീരത്തെ, തിരുരക്തത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ അനുഗ്രഹിക്കാതെ അങ്ങേ ഞാൻ വിടുകയില്ല എന്ന് ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം മുതൽ സംരക്ഷിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു.
ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനമായ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ പരീക്ഷ സ്വഭാവം സ്വീകരിക്കുകയും അത് ബന്ധിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് ശ്രീ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മാർ സെബാസ്റ്റ്യാൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിത സന്യാസിനി സന്യാസികൾ, മേലധികാരികൾ, ഭരണകർത്താക്കൾ, ആത്മായ ശുശ്രൂഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവ് കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണം അങ്ങയുടെ അവനെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ഞങ്ങൾ കർത്താവ് ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, സാക്ഷികൾ, ബന്ധകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമടയാളത്തിന് മുതിരുന്നതിനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിറവിലെതിരെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയ വ്യക്തിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ വിശുദ്ധി സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുള്ളവരെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാപകവുമായ രക്ഷാബുദ്ധിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് സ്വന്തമായി
എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങൾ കർത്താവേ യേശുമിശിഹായുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവും ഈ അപ്പം സുഖത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാക്കുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ ജീവിതം സ്നേഹമോടെ കൈക്കൊള്ളും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും മധ്യാന്തരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിന്റെ വാദശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഭിന്നതകളും കരങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജനയോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരണത്തോറുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നല്ലവനായ ദൈവമേ, കൃപാപൂർവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടരൂപയിൽ നിന്ന് മറ്റ് സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവയെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരക്തങ്ങൾ തരുന്ന വിശുദ്ധായെ നമുക്ക് വാഴ്ത്താം.
പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധവും ജീതായും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഈ പങ്കുകളായി ആഗ്രഹപ്പെട്ട എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ അരൂപിയിലുള്ള ദൈവികാരുടെ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളോട് ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവനുമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനാഥനുമായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ദൈവം നൽകിയ ജീവൻ കാലവരങ്ങളിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചന കനിവോടെ കന്യത നൽകി ലോകത്തിൽ സുവിശേഷ തിരുസാക്ഷികളാ ജീവിത വീതി വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കൊടുമ്പം സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിയിടുമേ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും ഒപ്പം സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയിരുത്തിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം.
റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലീലിപ്പൂവേ ഗാഗുൽത്തായുടെ നമ്പരമേ ഗാഗുൽത്തായുടെ നമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ